മുംബൈ ഇന്ത്യൻസ് IPL ഒരു കാലത്ത് ഏറ്റവും ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് മുംബൈ ഇന്ത്യൻസ്. ഓഫ് കോഴ്സ് നമുക്കറിയാം സച്ചിൻ എന്നുള്ള പേര് മാത്രം മതി ഏതൊരു ടീമിനും ബ്രാൻഡ് ആകാനായിട്ട്, ഫാൻസ് ഉണ്ടാകാനായിട്ട്. അതേപോലെ സച്ചിൻ്റെ സ്വന്തം തട്ടകം മുംബൈ, അതോ ലോകം, മുകേഷ് അംബാനി, പണച്ചാക്ക്, മുംബൈ ഇന്ത്യൻസിൻ്റെ ബാക്കപ്പ്, എന്തിനും ഏതിനും ആരെ വേണം ലേലത്തിൽ വിളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പുള്ള ഐറ്റം. പിന്നെ ഓഫ് കോഴ്സ് ആ തലമുറ കൈമാറ്റം വന്നപ്പോൾ രോഹിത് ശർമ്മ, ഒട്ടും കുറ്റം പറയാനില്ല. അപ്പോൾ അങ്ങനെ ഒരു തലമുറ കൈമാറ്റം കൊണ്ടും മുൻ തലമുറയിലേക്ക് വെച്ചുകൊണ്ടും ഏറ്റവും ഫാൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയ ടീമാണ്. അവർക്ക് ഒരു കാലത്ത് IPL ഭയങ്കര ക്രേസ് ആയിരുന്നു, അവർക്ക് ജയിക്കണമെന്നുണ്ടായിരുന്നു. കാര്യം ഈ മുംബൈ ഇന്ത്യൻസ് എന്ന ടീം ഒരു IPL കപ്പ് എടുത്തതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആ എടുക്കുന്നവരെയുള്ള അവരുടെ ഒരു ത്വരയുണ്ടല്ലോ, ഒരു തീവ്രമായ ഒരു ആഗ്രഹം, അത് ഭയങ്കരമായിട്ട് മുംബൈ ഇന്ത്യൻസ് ടീമിൽ നമുക്ക് പ്രകടമായിട്ട് കാണാമായിരുന്നു. ബട്ട് അവർ 4-5 എണ്ണമൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ തന്നെ മടുത്തു, അവർക്ക് തന്നെ വേണ്ടായി. പിന്നെ കുറേ കാലമായിട്ട് ഒരേ ടീമിനെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നു, അതൊരു പ്രശ്നം. അതിൻ്റെ ഈ ആവർത്തന വിരസത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമുക്ക് ഒട്ടുമിക്ക ടീം അംഗങ്ങളിലും കാണാം. ശരി, അംബാനിയൊക്കെ എന്താണ് കാണിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒരു 4-5 IPL മുന്നേ തന്നെ ഈ കളിക്കുന്ന ടീമുകൾ അവർക്ക് ഈ ടീമിനോട് തന്നെ താല്പര്യമില്ല, അല്ലെങ്കിൽ കളിച്ച് മടുത്തരേ എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് കാണിക്കാൻ തന്നിട്ട് കുറച്ചായി, ഒരു 4-5 വർഷമായിരുന്നു, 4 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ ടീം മാനേജ്മെൻറ്റ് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് സംശയം. സൂര്യകുമാറിൻ്റെയൊക്കെ കളി കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയെങ്കിലും ഈ കോപ്പി തന്നെ ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഹാർദിക് പാണ്ഡ്യ. പുള്ളി അവിടെ നിന്ന് പോയി ഒരു കപ്പൊക്കെ എടുത്തതാണ്, ഒരു റിഫ്രഷ്മെൻറ്റ് പുള്ളിക്കെങ്കിലും കിട്ടിയതാണ്, അത് ഒഴിവാക്കി ഇവിടെ വന്ന് കുളമാക്കി. ഞാൻ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ ടീമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ നമ്മുടെ വൺ ഡൗൺ തിലക് വർമ്മ ഏറ്റവും നല്ല കളിക്കാരനാണ്. പുള്ളിയെ വരെ ആ ടീമിൽ നിർത്തി മോരടിപ്പിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുള്ളി സെഞ്ചുറി അടിച്ചു, മടുത്തിട്ട് പറ്റിയാണ് എന്തെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പോലും ഒരു മൊത്തത്തിലൊരു കുളമാണ് ആ ടീം. ഒന്നെങ്കിൽ ആ ചെയ്യേണ്ട പരിപാടി ഒന്ന് പുതിയ ആൾക്കാരെ മൊത്തം എടുക്കുക, ഇപ്പോൾ ഉള്ള കുറേ പഴയ ആൾക്കാരെ എടുത്ത് മാറ്റുക, പുതിയ ആൾക്കാർ വരട്ടെ. എന്തിനാണ് ഈ പഴയ ആൾക്കാരെ വെച്ചിട്ടിരിക്കുന്നത്? സൂര്യമാർക്കും ബോഡി ലാംഗ്വേജ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു എനിക്കിനി വയ്യാന്ന് ഇവിടെ. തിലക് വർമ്മനെ ഒന്ന് ക്യാപ്റ്റനാക്കുക, ഹാർദിക് പാണ്ഡ്യനൊക്കെ വേറെ ടീമിലേക്ക് വിടുക. എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തി പറഞ്ഞതല്ല, ഹാർദിക് പാണ്ഡ്യക്ക് വേറെ ടീമിൽ പോയി കഴിഞ്ഞാൽ കയറി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. തിലക് വർമ്മനെ ക്യാപ്റ്റനാക്കുക, എന്നിട്ട് ഇപ്പോൾ ഇരിക്കുന്ന മാനേജ്മെൻറ്റുകളൊക്കെ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് കുറച്ചും കൂടി റിഫ്രഷ് ആക്കുക. അവിടെ തിലക് വർമ്മയൊക്കെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാകേണ്ട സാഹചര്യം പണ്ടേ കഴിഞ്ഞതാണ്. ഇപ്പോഴും അവിടെ വെച്ചിട്ട് ആ ചെക്കൻ്റെ കളിയും കളഞ്ഞ് അതിനെ മുരടിപ്പിച്ച് വയസ്സനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക. മുംബൈ ഇന്ത്യൻസിൻ്റെ പഴയ ഫാൻസിനെ തിരിച്ചു കൊണ്ടുവരാൻ സച്ചിൻ്റെ ആ ഒരു പേര് തന്നെ മതി. ബട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് ചെയ്തില്ലെങ്കിൽ അതും കുളമാകും. ഇനി അത് നടന്നില്ലെങ്കിൽ സഞ്ജുവിനെ കൊണ്ടുവരിക. സഞ്ജുവിനെ ഇനി ചെന്നൈ വിടാൻ സാധ്യതയില്ലെങ്കിൽ ഞാൻ പറയുവാണ്, അങ്ങനെയുള്ള കുറച്ച് പേരെ കൊണ്ടുവന്ന് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. തിലക് വർമ്മ മതി. തിലക് വർമ്മ ബിഹേവിയർ കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും മുംബൈ ഇന്ത്യൻസിൻ്റെ സച്ചിൻ്റെയും രോഹിത് ശർമ്മയുടെയൊക്കെ ആ ഒരു ലെഗസി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോൾ എന്തിനധികം പറയണം, ബുംറ പോലും വെറുതെ എന്തൊക്കെ കാണിച്ചു കൂട്ടി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ കളികളൊക്കെ ബുംറയ്ക്ക് എറിഞ്ഞ് പിടിക്കാൻ പറ്റാത്തതാണെന്നുള്ളത്? ഒരിക്കലുമില്ല, ബുംറയ്ക്ക് എറിഞ്ഞ് പിടിക്കാൻ പറ്റാത്ത കളിയല്ല. പിന്നെ ബുംറ ഒരു തന്നെ 6 അടിപ്പിക്കില്ല, അല്ലെങ്കിൽ അവൻ്റെ വിക്കറ്റ് വീഴുമെന്നൊക്കെ വിചാരിച്ചാൽ ബുംറയ്ക്ക് വീഴ്ത്താനൊക്കെ അറിയാം. ബുംറ പിന്നെ ഈ കളി പരിക്കുകളില്ലാണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇനിയിപ്പോൾ അധികം നാളൊന്നും പുള്ളി അധികം ക്രിക്കറ്റ് ഫീൽഡ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പുള്ളി വളരെ കാര്യത്തിലോട് കൂടിയൊക്കെയാണ് ഈ കളി കൊണ്ട് പോകുന്നത്. നമുക്ക് കണ്ടാൽ അറിയാം. അല്ലാണ്ട് പുള്ളി അടിമ അടിക്കുന്നത് റൺസ്, ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ റൺസ് കൊടുത്തിരുന്നത് ബുംറയാണ്. ആ ബുംറ ഒരു ഓവർ ടൈറ്റാക്കിയ കളിയിൽ ജയിച്ചേനെ. കളിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ലത്, അത് ആദ്യം മനസ്സിലാക്കുക. പുള്ളിക്കൊക്കെ മടുത്തു. ഒന്നെങ്കിൽ മാനേജ്മെൻറ്റ് മാറ്റുക, അല്ലെങ്കിൽ പുള്ളിനൊക്കെ വേറെ ടീമിലേക്ക് വിടുക. ഓക്കെ, ബൈ ബൈ.